ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അമേയ. നെടുവാലൂർ സ്കൂൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. എല്ലാ സ്ഥാനാർത്ഥികളും വളരെ ആകാംക്ഷയിലാണുള്ളത്. ആകെ നമ്മൾക്ക് 23 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. സ്കൂൾ ലീഡർ, ഡെപ്യൂട്ടി ലീഡർ, സഹമന്ത്രി, കായിക മന്ത്രി, ആരോഗ്യമന്ത്രി, ശുചിത്വ മന്ത്രി. ഇവിടെ ഇപ്പോൾ മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിർബന്ധമായും ഞാൻ പ്രോത്സാഹിപ്പിക്കും. നെടുവാലൂർ സ്കൂൾ ഇപ്പോൾ വോട്ടെടുപ്പിന്റെ ചൂടിലാണ്. 3 ബൂത്തുകളിലായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ആകെ 486 വോട്ടേഴ്സാണ് ഉള്ളത്. 3 ബൂത്തിലും കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വോട്ടെടുപ്പ് പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് വിദ്യാർത്ഥികൾ തന്നെയാണ്. 3 ബൂത്തിലായി 9 പോളിംഗ് ഓഫീസർമാർ ഡ്യൂട്ടിയിലുണ്ട്. വോട്ടെടുപ്പിനെ പറ്റി നമ്മുടെ HM ഗീത ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നെടുവാലൂർ AUP സ്കൂളിൽ സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിൻ്റെ സവിശേഷതകൾ കുട്ടികൾ തിരിച്ചറിയേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളും കുട്ടികളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് സ്കൂളിൽ തെരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കുന്നത്. സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. സ്കൂളിൻ്റെ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന 6 പേർ നമ്മളുടെ കൂടെ ഇരിക്കുന്നുണ്ട്. അവരുടെ വിജയപ്രതീക്ഷയെ പറ്റി നമുക്കിപ്പോൾ ചോദിക്കാം. എൻ്റെ പേര് ഹാന. ഞാൻ സ്കൂളിൻ്റെ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. ഞാൻ വോട്ടേഴ്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ജയിക്കുമെന്നാണ് പ്രതീക്ഷ. ഞാൻ സഫ ഫാത്തിമ, സ്കൂൾ ലീഡർ സ്ഥാനാർത്ഥിയായിട്ടാണ് നിൽക്കുന്നത്. എല്ലാവരും വോട്ട് ചെയ്യുന്നതാണ് എൻ്റെ പ്രതീക്ഷ. എൻ്റെ പേര് മിലൻ. ഞാൻ സ്കൂൾ ലീഡർ മത്സരിക്കുന്നു. ഞാൻ ക്ലാസ് ജയിക്കുന്ന ഉറപ്പില്ല. എല്ലാവരും ജയിക്കുമെന്ന് പറഞ്ഞു. ഞാൻ മരിയക്ക് എബ്രഹാം. ഞാൻ സ്കൂൾ ലീഡർ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. എല്ലാവരോടും പറഞ്ഞു, എല്ലാവരും വോട്ട് ചെയ്യാൻ തന്നെയാണ് പറഞ്ഞത്. വിജയിക്കുന്ന 100% ഉറപ്പുണ്ട്. എൻ്റെ പേര് ഷാൻ. ഞാൻ സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടുണ്ട്. എൻ്റെ ചിഹ്നം പൂച്ച. ജയിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല, ജയിക്കുമെന്ന് തോന്നുന്നു. കാരണം ജയിപ്പിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ പേര് സ്വാതികൃഷ്ണ. ഞാൻ സ്കൂൾ ലീഡർ സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്. എല്ലാ ക്ലാസ്സിലും പോയി വോട്ട് ചോദിച്ചപ്പോൾ എല്ലാവരും നല്ല സ്നേഹത്തോടെ പെരുമാറിന് വോട്ട് ചെയ്യുന്ന പ്രതീക്ഷിച്ചു. 3 ബൂത്തിലെയും പോളിംഗ് ഉദ്യോഗസ്ഥർ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. അവരോട് നമുക്ക് പോളിംഗിനെ പറ്റി ചോദിക്കാം. 72% വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവെ ശാന്തമായ രീതിയിലായിരുന്നു പോളിംഗ്. ബൂത്ത് 2 78% വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവെ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ബൂത്ത് 3 75% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവെ എല്ലാവരും നല്ലോണം സഹകരിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഉടൻ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. 1 മണിയോടുകൂടി ഫലസൂചന ലഭ്യമാകും. മുഴുവൻ വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഫലപ്രഖ്യാപനമാണ് നടക്കുന്നത്. 6 പേര് മാറുമെന്ന് നമുക്ക് പറയാം. ഇവരെയൊക്കെ പിന്നിലാക്കിക്കൊണ്ട് 108 വോട്ടിന് സമ മുസ്ലിം. സഫ ഫാത്തിമ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി. എല്ലാവരും ഫുൾ സപ്പോർട്ട് ചെയ്ത് നന്ദി. എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി. വിജയിപ്പിച്ച എല്ലാവരും നന്ദി, നമസ്കാരം. ഇന്ന് നടന്ന ആവേശ
രോമാഞ്ചകരമായ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളെ നമുക്കൊന്ന് പരിചയം. സഫ സ്കൂൾ ലീഡർ, സമ മസ്രീൻ ഡെപ്യൂട്ടി ലീഡർ, റഫ ആരോഗ്യമന്ത്രി, ഷെറിൻ ശുചിത്വ മന്ത്രി, അനീഷ് സഹമന്ത്രി, മുഹമ്മദ് റിഫാൽ കായിക മന്ത്രി,